അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നമ്മൾ ഏകദേശം 2012 മുതലാണ് മൗലവി ട്രാവൽസ് ഹജ്ജ് ഉംറ സർവീസിലേക്ക് വരുന്നത്. അതിനുശേഷം നമ്മൾ 3 ഗ്രൂപ്പാണ് അൽഹംദുലില്ലാ ഹജ്ജിന് വേണ്ടി പോയത്. 2018, 2019, പിന്നെ 2023. 2020, 2021, 2022 ഈ 3 വർഷക്കാലത്ത് കൊറോണയുമായി ബന്ധപ്പെട്ട് നമുക്ക് അൽഹംദുലില്ലാ ഹജ്ജിന് വേണ്ടി പുറപ്പെടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനുശേഷം അൽഹംദുലില്ലാ ഇപ്പോൾ 2024 ഹാജിമാരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അത് നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. മുമ്പ് ഹജ്ജ് ചെയ്ത ആളുകളെയും ഉംറ ചെയ്ത ആളുകളെയൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹജ്ജിൻ്റെ അതിൻ്റെ പ്രതിഫലം അള്ളാഹു ആഖിറത്തിൽ നൽകും. അതിൻ്റെ പ്രയോജനം അൽഹംദുലില്ലാ നമുക്ക് ഭൂമിയിൽ കാണും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്ഷണം സ്വീകരിച്ച അൽഹംദുലില്ലാ 2023 കഴിഞ്ഞ വർഷം ഞങ്ങളെ കൂടെ ഹജ്ജിന് പോയ അബ്ബാസ് അൽച്ചാ ഇൻഷാ അല്ലാഹ് നമ്മൾ വിളിച്ചു വരുത്തിയതാണ്. അൽഹംദുലില്ലാ ഒരു ഹജ്ജിൻ്റെ ഒരു പ്രതിനിധി വേണമെന്ന് വിചാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് 2018-ലും 2019-ലും പോയ ഓരോ ആളുകളെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതേപോലെ മൊയ്ച്ച നമ്മളെ കൂടെ 2-3 തവണ അൽഹംദുലില്ലാ ഞങ്ങൾ ഉംറയ്ക്ക് യാത്ര ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ബൈത്തുൽ മുഖദ്ദസ് യാത്ര നടത്തിയിട്ടുണ്ട്. ജോർദാൻ, ഇസ്രായേൽ, ഫലസ്തീൻ, ഈജിപ്തൊക്കെ അടങ്ങുന്ന ഒരു നമ്മൾ മൗലവി ട്രാവൽസിൻ്റെ ഒരു ടൂറിൽ നമ്മളൊന്നിച്ച് യാത്ര ചെയ്ത ആളുകളാണ്. അപ്പോൾ അവരെയും കൂടി അൽഹംദുലില്ലാ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത് 2 സംഗതികളാണ്. ഒന്ന്, നമ്മൾക്ക് പരസ്പരം പരിചയപ്പെടാനുള്ളൊരു അവസരമാണ്. 2, ഹജ്ജ് കമ്മിറ്റിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള അൽഹംദുലില്ലാ നമ്മൾ കൂടിച്ചേരൽ നമ്മളൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഹാജിമാരും അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ടുവന്ന കമ്പനിയും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് സൈനിങ് ഇൻഷാ അല്ലാഹ് നടക്കും. അതിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് അൽഹംദുലില്ലാ നമ്മൾ ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്തെല്ലാം സംശയങ്ങളുണ്ടാവില്ല, എത്ര പൈസ കൊണ്ടാണ് അവിടെ താമസിക്കുന്നത്, ഇങ്ങനെ ഓരോ സംശയങ്ങളുണ്ടെങ്കിൽ അതും ഇൻഷാ അല്ലാഹ് ഇന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് അൽഹംദുലില്ലാ നമ്മളൊരു കുടുംബം പോലെയാണ്. ഒരു നാഥനും അൽഹംദുലില്ലാ ഒരു കുടുംബാംഗങ്ങളും യാത്ര ചെയ്യുന്നത് പോലെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അൽഹംദുലില്ലാ നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അൽഹംദുലില്ലാ നിങ്ങൾക്ക് ചോദിക്കാം, പറയാം. അൽഹംദുലില്ലാ നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ്. പരസ്പരം വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് പരസ്പരം സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കൊണ്ടുപോകുന്നത് കാരണമായിട്ട് അൽഹംദുലില്ലാ മൗലവി ട്രാവൽസിനും അതേപോലെ തന്നെ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ഞങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനം കിട്ടണം. നിങ്ങളുടെ ആരെങ്കിലും ഒരു ഉംറ കബൂൽ ചെയ്ത്, ഒരു ഹജ്ജ് കബൂൽ ചെയ്ത്, ഒരു ദുആ കബൂൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു പോകും. നിങ്ങൾ ആരെങ്കിലും നമ്മളെ പിരാഗി കഴിഞ്ഞാൽ നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. ഇത് പരിപൂർണമായ ബോധ്യത്തോടു കൂടിയാണ് അൽഹംദുലില്ലാ നല്ല രീതിയിൽ ഉംറ ചെയ്യണം, നല്ല രീതിയിൽ ഹജ്ജ് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്ത് തങ്ങളുടെ പൊരുത്തം അൽഹംദുലില്ലാ നമ്മൾ കിട്ടണം. അള്ളാഹുവിലേക്കുള്ള അൽഹംദുലില്ലാ ഒരു യാത്രയാണ് നാളെ ആഖിറത്തിൽ വെച്ച് തങ്ങളുടെ പ്രത്യേകമായ ശഫാഅത്ത്. അല്ല, അതുകൂടി മാത്രമേ ഉമ്മത്തിന് അൽഹംദുലില്ലാ നാളെ രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് അൽഹംദുലില്ലാ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ ഖൈർ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് അൽഹംദുലില്ലാ ഹജ്ജിൻ്റെ യാത്ര. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അൽഹംദുലില്ലാ നമ്മൾ ഇന്നത്തെ ഈ യാത്ര ഈ ഒരുമിച്ച് കൂടൽ നമ്മൾ ഇത്രയും ദീർഘമായിട്ട് അൽഹംദുലില്ലാ ഇപ്പോൾ 10 മണി മുതൽ ഏകദേശം 3 മണി വരെ അൽഹംദുലില്ലാ നമ്മൾ കൂടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം അൽഹംദുലില്ലാ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അതിനുശേഷം അൽഹംദുലില്ലാ നമ്മൾ എഗ്രിമെൻറ്റ് ഇൻഷാ അല്ലാഹ് സൈൻ ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറയാം. അതിനുശേഷം അൽഹംദുലില്ലാ നമ്മുടെ ഹറമിലൂടെയുള്ള നമ്മുടെ യാത്ര ഈ 10, 30, 36 ദിവസത്തെ നമ്മുടെ യാത്ര എങ്ങനെയായിരിക്കും അൽഹംദുലില്ലാ. അപ്പോൾ ഇതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ തന്നെ ചെയ്ത് അൽഹംദുലില്ലാ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. അള്ളാഹു നമ്മളെല്ലാവരെയും അൽഹംദുലില്ലാ കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സാധാരണഗതിയിൽ നമുക്ക് നിർവഹിക്കാനുണ്ടായിരുന്നത് ഈ മൗലവി ട്രാവൽസിൻ്റെ എല്ലാമായിരുന്ന കർമുല്ലാ ഹാജി സാഹിബാണ്. അദ്ദേഹം അസുഖബാധിതനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മകനെ അൽഹംദുലില്ലാ അമ്മാനെ വിളിച്ചിട്ട് ഉപ്പാനെ കൊണ്ടുവരണമെന്ന് പറയാൻ വിചാരിച്ചിരുന്നു, പിന്നെ മറന്നുപോയി. അദ്ദേഹത്തിന് അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖിദ്മത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഉമ്മത്തിന് പ്രയോജനം ചെയ്യുന്ന രൂപത്തിൽ ആഫിയത്തോടു കൂടി ദീർഘകാലം അള്ളാഹു സുബ്ഹാനഹു വ തആല ആയുസ് നൽകുമാറാകട്ടെ. വീണ്ടും പൊതുപ്രവർത്തന രംഗത്തേക്ക് തിരിച്ചു വരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തെങ്കിലും വീഴ്ചകൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകും, മനുഷ്യനാണ്, അള്ളാഹു എല്ലാം മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ഖിദ്മത്ത് കാരണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗവാസികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എഴുതി വെക്കുമാറാകട്ടെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നമ്മുടെ ഏറ്റവും സീനിയർ പേഴ്സൺ എന്ന നിലയിൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നമ്മുടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ വിളിക്കുകയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിനുശേഷം ആശംസ അറിയിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് അബ്ബാസ് അൽച്ചാനി വിളിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്.